പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നല്ലത് മാത്രമാണ് നമുക്ക് നൽകുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ പ്രാർത്ഥനകൾ ചില സമയത്ത് നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഏറ്റവും നല്ലതിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുന്നതാണ് എന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ചിലർ ആ സമയത്ത് വാശി പിടിക്കും. അപ്പോൾ ദൈവം ചിന്തിക്കും, എന്തെങ്കിലും ആവട്ടെ, പോട്ടെ. അങ്ങനെ വാശി പിടിച്ച് വാങ്ങുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വാർത്ഥതകളാകാം, അത് നമ്മൾ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ഇഷ്ടപ്പെട്ട് തരുന്നത് ഒന്നും നമുക്ക് നഷ്ടമായിട്ട് തോന്നില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആർക്കും മനസ്സില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയിലെ നമ്മുടെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പം തന്നെ കിട്ടണം എന്നുള്ള, ഈ കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നത് പോലെ അപ്പം തന്നെ കിട്ടണം. വിദേശത്തേക്ക് പോകണം, കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും. നടന്നില്ലെങ്കിൽ ദൈവത്തിനില്ലാത്ത കുറ്റമില്ല, ദൈവം ചെയ്യാത്ത തെറ്റുകളില്ല. എന്നാൽ ദൈവം ആ സമയത്ത് തരാത്തത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ബോധ്യം നമുക്കില്ല. ചിലപ്പോൾ അവിടെ യുദ്ധം വരികയായിരിക്കും. ചിലപ്പോൾ നീ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നിന്റെ ആത്മാവിന് അത് യോജിച്ച സമയം ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവം നിന്നൊന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കും. പതുക്കെ നിനക്കത് കുറച്ച് കഴിയുമ്പോൾ തരും. അതിനു വേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ ഒരു ബോധ്യം നമുക്കില്ല. നമ്മൾ ആ സമയത്ത് തന്നെ കിട്ടിയില്ലെങ്കിലല്ല, പിന്നെ പ്രാർത്ഥനയില്ല, പിന്നെ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹവും ഇല്ല, പിന്നെ ദൈവത്തോട് നമ്മളൊരു ചിന്തയില്ല. നമ്മളങ്ങനെ എല്ലാം ഉപേക്ഷിക്കും. എന്നാൽ ദൈവം നിനക്ക് നല്ലത് തരാൻ വേണ്ടി കാത്തിരിക്കുക മക്കളെ. നമ്മൾ പിടിച്ചു വാങ്ങുന്നതൊന്നും നമുക്ക് ഉപകാരം ഉണ്ടാകില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ചില പ്രണയ വിവാഹങ്ങളൊക്കെ അങ്ങനെ തോണ്ടല്ലേ, പിടിച്ചു വാങ്ങി കൊണ്ടുപോകും, ഒരു വർഷം കഴിയുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതം ചിന്തിച്ച് നോക്കാം. ദൈവം നല്ലത് വരുത്തും നമുക്ക്. ദൈവം നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ദൈവം തരാതിരിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, നിനക്ക് സമയമായിട്ടില്ല. ഒത്തിരിയും കൂടി നല്ലത് തരാൻ വേണ്ടിയാണ് ദൈവം നിന്നെ കാത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകട്ടെ.